അമിതവണ്ണവും അതിനേക്കാൾ ഉപരി ചാടുന്ന വയറും ഇന്നത്തെ കാലത്തെ ചെറു തലമുറയെ പോലും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. സൗന്ദര്യ പ്രശ്നത്തെക്കാളും ഇതൊരു ആരോഗ്യ പ്രശ്നം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വയറ്റിൽ വന്നടിയുന്ന കൊഴുപ്പ് വരുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലതാണ്. മാത്രമല്ല നമ്മുടെ മറ്റ് ശരീരഭാഗത്തെ കൊഴുപ്പിനേക്കാളും അപകടകരമാണ് ഈ കൊഴുപ്പ്. നമ്മുടെ ലിവർ ഉൾപ്പെടെയുള്ള അവയവങ്ങളെ തകരാറിലാക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണിത്. തടി കുറയ്ക്കാനായിട്ട് എളുപ്പ വഴികൾ, അതും അപകടകരമായ വഴികൾ പരീക്ഷിക്കുന്നവർ ധാരാളമാണിപ്പോൾ. അതൊക്കെ ഗുണത്തെക്കാളും ഏറെ ദോഷം മാത്രമേ വരുത്തുകയുള്ളൂ. ഇത്തരം ദോഷമായിട്ടുള്ള വഴികളല്ലാതെ നമ്മൾ തന്നെ ദിവസവും ചെയ്യുന്ന ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചില ശീലങ്ങളൊക്കെ ഒന്ന് പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് കുറയ്ക്കാനായിട്ടും അതിലൂടെ നമ്മുടെ തടി കുറയ്ക്കാനായിട്ടും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടും സാധിക്കും. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കളയുന്ന ഒരു പ്രോസസ്സാണ് മെറ്റബോളിസം. അത് ശക്തിപ്പെടുത്താനായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏറെ പ്രധാനമാണ്. ഇപ്പോൾ പലരും അവരുടെ തിരക്ക് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നവരാണ്. ഇത് തടി കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നാൽ നമ്മുടെ ശരീരം കൊഴുപ്പ് സംഭരിച്ചു വെക്കും. മാത്രമല്ല പിന്നീട് വിശപ്പേറിയിട്ട് നാം അമിതമായിട്ട് കഴിക്കാനും ഇതിടയാക്കും. ആരോഗ്യകരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നും പ്രാധാന്യമാണ്. പ്രോട്ടീൻ, ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ്, ഫൈബർ എന്നിവയെല്ലാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുകയും വേണം. മുട്ട, തൈര്, റാഗി, ഓട്സ്, ഫ്രൂട്ട്സ്, ഡ്രൈ നട്ട്സ്, ചെറുപയർ, കടല എന്നിവയെല്ലാം ആരോഗ്യകരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. അതുമാത്രം ശ്രദ്ധിച്ചാൽ പോരാ, മധുരവും ഉപ്പും ഒക്കെ നമ്മുടെ ആഹാരത്തിൽ അല്പം കുറയ്ക്കുകയും വേണം. ഭക്ഷണത്തിൽ ഡയറ്ററി ഫൈബർ 25% ഉൾപ്പെടുത്തുക. ഇത് പ്രധാനമായിട്ടും നമുക്ക് വെജിറ്റേറിയൻ ഫുഡിലൂടെയാണ് കിട്ടുന്നത്. ഫുഡ് പോലെ തന്നെ പ്രധാനമാണ് എക്സസൈസും. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തപ്രവാഹം നൽകുന്ന രീതിയിലെ എക്സസൈസ് വേണം നമ്മൾ ചെയ്യേണ്ടത്. നടപ്പുകൊണ്ട് മാത്രം കാര്യമില്ലെന്നർത്ഥം. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ വിശപ്പ് നിയന്ത്രണത്തിന് സഹായിക്കുന്ന ചില എൻസൈമുകളും ഹോർമോണുകളും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. കാർഡിയോ എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഇത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് നീക്കാനും ഒപ്പം തന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിനും ഏറെ നല്ലതാണ്. ഇതുപോലെ തന്നെയാണ് വെയിറ്റ് ലിഫ്റ്റിങ്ങും നമുക്ക് ഗുണം നൽകും. ഇത് നമ്മുടെ മസിൽ ഉറപ്പിനും കലോറി നീക്കാനും ഒക്കെ മികച്ചതാണ്. ആഴ്ചയിൽ 2-3 സെഷനുകൾ ഇതും ചെയ്യുക. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് വരുന്ന കൊഴുപ്പ് കളയാനുള്ള എക്സസൈസ് ചെയ്യുക എന്നുള്ളതും. സ്വിമ്മിങ്ങും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസ് തന്നെയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ധാരാളം വെള്ളം കുടിക്കുക. ആരോഗ്യകരമായിട്ടുള്ള പാനീയങ്ങൾ, അതായത് കരിക്കും വെള്ളം, നാരങ്ങ വെള്ളം, ജീരക വെള്ളം എന്നിവയൊക്കെ നമുക്ക് കുടിക്കാം. നമ്മുടെ മെറ്റബോളിസം ശക്തിപ്പെടുത്താനും നമ്മുടെ ഫാറ്റ് കളയാനും സഹായിക്കും. ഇതൊക്കെ വിശപ്പ് കുറയ്ക്കാനും വെള്ളം കുടിക്കുന്നതാണ് ഏറെ നല്ലത്. വെള്ളത്തിൽ ഫ്രൂട്ട്സ് മുറിച്ചിട്ടിട്ട് ആ വെള്ളം കുടിക്കാം. ഹെൽത്ത് ടീ കുടിക്കാം. ഇതെല്ലാം തന്നെ നമ്മുടെ തടിയും വയറും കുറയ്ക്കാനായിട്ട് സഹായിക്കും. ആരോഗ്യത്തിനും ഇതെല്ലാം ഏറെ ഗുണകരമാണ്. നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കൊഴുപ്പും ടോക്സിനും എല്ലാം കളയാനായിട്ട് വെള്ളം കുടിക്കുന്നതാണ് ഏറെ നല്ലത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധ വേണം. വാരി വലിച്ച് കഴിക്കരുത്. കഴിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക. അതല്ലാതെ TV കണ്ടും ഫോൺ കണ്ടും വായിച്ചും എല്ലാം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതുപോലെ ചവച്ചരച്ച് കഴിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത് പെട്ടെന്ന് വയറ് നിറയാനായിട്ട് സഹായിക്കും. ഭക്ഷണം കഴിച്ച സംതൃപ്തി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഇതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കുക. സ്ട്രെസ്സ് നമുക്ക് കോർട്ടിസോൾ ഹോർമോൺ ഉൽപ്പാദനം കൂട്ടും. ഇതും നമുക്ക് അമിതമായിട്ടുള്ള തടിക്ക് കാരണമാകും. നമ്മുടെ വിശപ്പ് കൂട്ടും. തൈറോയിഡ് പോലെയുള്ള പല ഹോർമോൺ പ്രശ്നങ്ങൾക്കും സ്ട്രെസ് ഇടയാക്കും. സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മെഡിറ്റേഷൻ, യോഗ, ഡീപ്പ് ബ്രീത്തിങ് വ്യായാമങ്ങൾ ഇവയൊക്കെ ശീലമാക്കുക. മനസ്സിന് റിലാക്സേഷൻ നൽകുന്ന പാട്ട് കേൾക്കുക പോലുള്ള ഹോബികൾ ചെയ്ത് സ്ട്രെസ്സിൽ നിന്നും മോചനം നേടാം. ഇതെല്ലാം തന്നെ നിത്യവും പാലിക്കുക എന്നതും പ്രധാനമാണ്. ഇതൊക്കെ കുറച്ച് നാൾ ചെയ്തിട്ട് പിന്നീട് പഴയ രീതിയിലായാൽ നമുക്കൊരിക്കലും ഗുണം ലഭിക്കില്ല. ഇത്തരം വഴികൾ വയറ് കുറയ്ക്കാൻ മാത്രമല്ല, നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ആരോഗ്യശീലങ്ങളുടെ ഭാഗം കൂടിയാണ്. ഇതുപോലെയുള്ള ശീലങ്ങളൊക്കെ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ട് സാധിക്കും.